ഹലോ, നമസ്കാരം. എനിക്ക് പൊതുവേ ഈ ഉപദേശിക്കുന്ന രീതിയിലുള്ള സംസാരിക്കുന്നതിനോട് യാതൊരു താല്പര്യവുമില്ല. ഞാൻ ചെയ്യാറുമില്ല. പിന്നെ ചില കാര്യങ്ങൾ ഓണസ്റ്റായിട്ട് സംസാരിക്കണം എന്ന് തോന്നും, അതുകൊണ്ട് സംസാരിക്കണതാണ്. പിന്നെ എനിക്ക് പറയാനുള്ളത് മറ്റേ ഷൈൻ ടോം ചാക്കോ, ശ്രീനാഥ് ബാസി അവരോടാണ്. പിന്നെ അവർ നേരിട്ട് കാണാനുള്ള അവസരമൊന്നുമില്ല. ഈ ഒരു വീഡിയോ ആണെങ്കിലും അവർ കാണാനുള്ള സാധ്യതയൊന്നുമില്ല. വളരെ കുറവാണ് അത്തരത്തിലുള്ള സാധ്യതകളൊക്കെ. എന്നാലും നമ്മുടെ ഒരു സാറ്റിസ്ഫാക്ഷന് വേണ്ടിയിട്ട് പറയണമെന്ന് മാത്രം. അതായത് ഈ സിനിമയിലൊക്കെ അഭിനയിക്കാൻ താല്പര്യമുള്ള ഒരുപാട് ആളുകളുണ്ട്. അത് ആണുങ്ങളായിക്കോട്ടെ പെണ്ണുങ്ങളായിക്കോട്ടെ, ഒരുപാട് ആളുകളുണ്ട്. ഭയങ്കര പാഷനായിട്ട് നടക്കുന്ന ആളുകളുണ്ട്. എനിക്കറിയാവുന്ന ഒരുപാട് ആളുകൾ തന്നെയുണ്ട്. ഞാനും ഒരു ടൈമിൽ നടന്നിട്ടുള്ള ആൾ തന്നെയാണ്. അതിൽ കുറേ ആൾക്കാർക്കൊക്കെ അവസരങ്ങൾ കിട്ടുന്നുണ്ട്, ഇല്ലെന്നല്ല പറയുന്നത്. പക്ഷേ ട്രൈ ചെയ്തിട്ടും അവസരം കിട്ടാതെ ഇപ്പോഴും കഷ്ടപ്പെടുന്ന ഒരുപാട് ആൾക്കാരുണ്ട്. അപ്പോൾ അങ്ങനെയുള്ളൊരു ഒരു ഫീൽഡ് തന്നെയാണ് ഫിലിം ഇൻഡസ്ട്രി എന്ന് പറയുന്നത്. കഷ്ടപ്പാടാണ്, കയറിപ്പറ്റാൻ കഷ്ടപ്പാടാണ്. അപ്പൊ അങ്ങനെയുള്ളൊരു ഫീൽഡിന്റെ അകത്തുള്ള ആളുകളാണ് ഈ ശ്രീനാഥ് ബാസി ആണെങ്കിലും ഷൈൻ ടോം ചാക്കോ ഒക്കെ ആണെങ്കിലും. അപ്പോൾ എനിക്ക് പറയാനുള്ളത് ഇത്രയേ ഉള്ളൂ: നശിപ്പിക്കല്ലേ, സ്വയം നശിപ്പിക്കരുത്, സ്വയം ഇല്ലാതാവരുത്. അത്രേ പറയാനുള്ളൂ. നശിപ്പിക്കല്ലേ. ഈ രണ്ടു കൂട്ടരാണെങ്കിലും ഇഷ്ടപ്പെട്ട് തന്നെ കയറി വന്ന ആൾക്കാരാണല്ലോ. എന്നിട്ട് സൗഭാഗ്യം കിട്ടിയിട്ട് അതിനെ നല്ല രീതിക്ക് കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് ശ്രമിക്കാതെ ഓരോ പണി വാങ്ങിക്കൊണ്ടിരിക്കുക, കുഴിയിൽ ചാടിക്കൊണ്ടിരിക്കുക എന്ന് പറയുന്ന പരിപാടിയാണ് ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. അല്ലേ? സത്യമല്ലേ ഞാൻ പറയുന്നത്? എല്ലാം ഉണ്ടോ? പിന്നെ ഇവരുടെ ലഹരി ഉപയോഗം എനിക്കറിയില്ല, ഞാൻ നേരിട്ട് കണ്ടിട്ടുള്ള കാര്യമൊന്നുമല്ല. പക്ഷെ ഓരോ ആരോപണങ്ങളൊക്കെ നമ്മളിങ്ങനെ വാർത്തയിലൂടെയൊക്കെ ഇങ്ങനെ കേൾക്കുന്നുണ്ടല്ലോ. അപ്പൊ അതിൽ നിന്ന് മനസ്സിലാക്കുന്ന കാര്യമായിട്ടാണ് ആക്ച്വലി പറയുന്നത്. ഇത്ര പറയാനുള്ളൂ, സിമ്പിൾ. ഉപദേശമായിട്ടൊന്നും കൺസിഡർ ചെയ്യണ്ട, ആരും ഉപദേശമായിട്ടൊന്നും കൺസിഡർ ചെയ്യണ്ട. ഇഷ്ടപ്പെട്ടൊരു ഫീൽഡിലേക്ക് വന്ന് ഒരുപാട് സിനിമകൾ കിട്ടുന്നു, അവസരങ്ങൾ കിട്ടുന്നു, നല്ല രീതിയിൽ അത് യൂട്ടിലൈസ് ചെയ്ത് പെർഫോം ചെയ്തിട്ടൊക്കെ പോയാൽ പോരെ. അപ്പൊ ഇത് ഒരു 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 അവസരം കിട്ടി, അവസരങ്ങൾ കിട്ടിക്കൊണ്ടേയിരിക്കുന്നു, ഒരു സുഖം കിട്ടി തുടങ്ങുന്നു എന്ന് പറയുമ്പോൾ പിന്നെ ഒരു ലെവലിലേക്ക് പോയി എന്തും ആവാന്നുള്ള രീതിയിലേക്കൊക്കെ ഒരു പരിപാടിയൊക്കെ ആവുന്ന സമയത്ത് അത് ശരിയല്ല എന്നേ പറയാനുള്ളൂ. ഇത്രേ സിമ്പിളായിട്ട് പറയാനുള്ളൂ. റോ ആയിട്ട് പറയുമ്പോൾ ഇത്രേ പറയാനുള്ളൂ. സ്വയം നശിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക എന്നുള്ളതാണ്. ഇപ്പോൾ ഷൈൻ ടോം ചാക്കോൻ്റെ കാര്യം പറയുകയാണെങ്കിൽ തന്നെ എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ളൊരു നടനാണ്. സീരിയസ്ലി എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ളൊരു നടനാണ്. ഞാൻ പല സിനിമയുടെ റിവ്യൂസ് പറയുന്ന സമയത്താണെങ്കിലും പുള്ളിയുടെ കാര്യം ഞാൻ എടുത്തു പറയാറുണ്ട്. ഇപ്പം കുറുപ്പ് സിനിമയിലുള്ള പുള്ളിയുടെ പെർഫോമൻസ് ദുൽഖറിനെ ആൾക്കാർ അപ്രീഷിയേറ്റ് ചെയ്തിട്ടുണ്ട്. പക്ഷേ കൂട്ടത്തിൽ ഏറ്റവും കൂടുതൽ അപ്രീഷിയേറ്റ് ചെയ്യപ്പെട്ടിരിക്കുന്ന നടൻ എന്ന് പറയുന്നത് ഷൈൻ ടോം ചാക്കോ തന്നെയാണ്. നല്ല ഗംഭീരമായിട്ട് അതിൻ്റെ അകത്ത് പുള്ളി പെർഫോം ചെയ്തിട്ടുണ്ട്. അതിൽ മാത്രമല്ല, ഭീഷ്മപർവത്തിലായിക്കോട്ടെ നല്ല പെർഫോമൻസ് ആയിരുന്നു. ഇഷ്ക് എന്ന് പറഞ്ഞ സിനിമയിൽ ഗംഭീര പെർഫോമൻസ് ആയിരുന്നു. അപ്പോൾ ഇതിഹാസ എന്ന് പറഞ്ഞ സിനിമയിൽ നല്ല പെർഫോമൻസ് ആയിരുന്നു. സോ നല്ലൊരു കലാകാരനാണ് ഷൈൻ ടോം ചാക്കോ എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ അത്തരത്തിലുള്ള നല്ല പെർഫോമൻസുകൾ, നല്ല ക്യാരക്ടേഴ്സൊക്കെ പല സിനിമയിലും പുള്ളിയുടെ കണ്ടിട്ടുള്ളതാണ്. പക്ഷേ ഇടയിൽ വെച്ചിട്ട് പുള്ളിയുടെ ഇൻ്റർവ്യൂസിലുള്ള പരിപാടികളാണെങ്കിലും മാറി തുടങ്ങി. അതെന്തോ ആയിക്കോട്ടെ. പക്ഷെ പല സിനിമകളിൽ ആയിട്ട് ആൾ വിമർശനങ്ങൾ കേൾക്കാൻ തുടങ്ങി. ഈ സംസാരത്തിൻ്റെ ക്ലാരിറ്റി ഇല്ലായ്മ എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ഒരു കാര്യം അയാൾ കേൾക്കുന്നുണ്ട്. അപ്പോൾ ഞാനൊക്കെ ഈ സോഷ്യൽ മീഡിയ ഉപയോഗിക്കുന്ന ആൾ തന്നെയാണ്. നമുക്കും ഇടയ്ക്കൊക്കെ അങ്ങനെ തോന്നിയിട്ടുള്ളതാണ്. ഒരുപാട് ആൾക്കാർ അതിനെക്കുറിച്ചുള്ള അഭിപ്രായങ്ങൾ സോഷ്യൽ മീഡിയയിൽ പറയുന്നുണ്ട്. അപ്പം ഒന്ന് ടേക്ക് കെയർ ചെയ്യാൻ വേണ്ടി ശ്രമിച്ചാൽ നല്ലതായിരിക്കും എന്ന് തോന്നുന്നു. നശിച്ച് കാണാൻ താല്പര്യമില്ലാത്തതുകൊണ്ടാണ്. ആരും നശിച്ച് കാണാൻ താല്പര്യമില്ല. അപ്പോൾ ഒന്ന് ടേക്ക് കെയർ ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. കാരണം മുമ്പ് സിനിമകളിൽ എങ്ങനെ ചെയ്തുകൊണ്ടിരുന്നോ ഇപ്പം എങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുന്നു, മുമ്പില്ലാത്ത വിമർശനങ്ങൾ ഇപ്പോൾ പൊങ്ങി വരുന്നുണ്ട്. അപ്പോൾ അത് എന്തൊക്കെയാണെന്ന് മനസ്സിലാക്കിയിട്ട് അത് തിരുത്താൻ വേണ്ടിയിട്ടൊന്ന് ശ്രമിക്കുകയാണെന്നുണ്ടെങ്കിൽ നന്നായിരിക്കും എന്ന് ആക്ച്വലി തോന്നുന്നു. നശിച്ച് കാണാൻ താല്പര്യമില്ലാത്തതുകൊണ്ട് പറയുന്നതാണ്. ഉപദേശമായിട്ടൊന്നും കൂട്ടുക വേണ്ട, നശിച്ച് കാണാൻ താല്പര്യമില്ലാത്തതുകൊണ്ട് പറയുന്നതാണ്. നിങ്ങൾ നന്നായില്ലെങ്കിലും എന്നെ ബാധിക്കുന്ന കാര്യമില്ല. പക്ഷെ ഒരു സിനിമ പ്രേമി എന്നുള്ള രീതിയിൽ, ഇഷ്ടമുള്ളൊരു നടൻ എന്നുള്ള രീതിയിൽ തോന്നിയത് പറഞ്ഞു എന്ന് മാത്രം. ഇഷ്കൊക്കെ നിങ്ങൾ കണ്ടിട്ടുള്ള സിനിമയല്ലേ? എൻ്റെ ഈ വീഡിയോ കാണുന്നവരോടാണ് ചോദിക്കുന്നത്. ഇഷ്കൊക്കെ നിങ്ങൾ കണ്ടിട്ടുള്ള സിനിമയല്ലേ? അല്ലേ? നല്ല പെർഫോമൻസ് ആയിരുന്നില്ലേ പുള്ളിയുടെ? ഇപ്പോഴത്തെ എന്താണ് മറ്റേ വിൻസി അവരുടെ സെറ്റിലെന്തോ എന്തോ ഉപയോഗിച്ചു എന്നോ അപമര്യാദയായി പെരുമാറി എന്നുള്ള രീതിയിലൊക്കെ ആക്ച്വലി കേൾക്കുന്നുണ്ട്. എന്തിനാണ് ഈ കുരുക്കിച്ചെന്ന് ചാടുന്നത്? എന്നിട്ട് ഇപ്പോൾ അതെന്താ ഫ്ലാറ്റിൽ നിന്ന് ഇറങ്ങി ഓടി പിടിച്ചു എന്നൊക്കെ പറഞ്ഞ് കേൾക്കുന്നത്. അലമ്പാണ് ആക്ച്വലി. അലമ്പ് പറയാതിരിക്കാൻ തോന്നുന്നില്ല, അലമ്പാണ്. അപ്പം ഞാനിരുന്ന് ചിന്തിച്ച് നോക്കുകയാണ്. മനസ്സിലായി, എനിക്ക് സ്ക്രിപ്റ്റോ കോപ്പൊന്നുമില്ല. എനിക്ക് തോന്നിയ കാര്യം ഞാൻ പറയുന്നതാണ്. എനിക്കിതൊക്കെ കാണുമ്പോൾ ഇങ്ങനെ ആരോപണം ഷൈൻ ടോം ചാക്കോൻ്റെ എതിരെ വരുന്നു, ഇങ്ങനെ ഇറങ്ങി ഓടി എന്നൊക്കെ പറഞ്ഞിട്ടുള്ള വാർത്ത കേൾക്കുന്നു. അപ്പം ഇതൊക്കെ കാണുമ്പോൾ ഞാൻ ചിന്തിക്കുകയാണ്, ഇത്രയും നല്ലൊരു ഫീൽഡിൽ ഇഷ്ടപ്പെട്ട ജോലി ചെയ്യാൻ വേണ്ടി പറ്റുന്ന അവസരങ്ങൾ ഒരുപാട് കിട്ടുന്നുണ്ട്. എന്നിട്ട് അത് നല്ല രീതിയിൽ യൂട്ടിലൈസ് ചെയ്ത് നല്ല രീതിയിൽ ഹെൽത്തി ആയിട്ട് പോകാൻ വേണ്ടിയിട്ട് ശ്രമിക്കുന്നതിന് പകരം ഇങ്ങനെ ആരോപണത്തിന് സാഹചര്യം ഉണ്ടാക്കി കൊടുക്കാനും
ഇങ്ങനെ വാർത്തകളിൽ ഇങ്ങനെ ഈ രീതിയിൽ നെഗറ്റീവായിട്ട് ഇടം നേടിക്കൊണ്ടിരിക്കുകയൊക്കെ ചെയ്യുന്ന കാണുമ്പോൾ കഷ്ടമായിട്ട് തോന്നുകയാണ്. കഷ്ടം. അത് എന്തായാലും ആവട്ടെ, നിയമ നടപടിയും കാര്യങ്ങളൊക്കെ ആവുകയാണെങ്കിൽ ആവട്ടെ, കേസായിട്ട് നടക്കട്ടെ. അതിലിപ്പോൾ എന്താണ് നിയമപരമായിട്ട് അയാൾക്ക് എന്താ കിട്ടാൻ വേണ്ടി പോകണമെന്ന് വെച്ചാൽ അത് കിട്ടട്ടെ. നന്നാവാൻ സാധ്യതയുണ്ടെങ്കിൽ നന്നാവട്ടെ. നന്നായി കാണാനാണ് ആഗ്രഹിക്കുന്നത്. ആർക്കും ഉപദ്രവം ഉണ്ടാവാതെ നന്നായി കാണാനാണ് ആക്ച്വലി. അതായത് ഷൈൻടോംകാരന് ആർക്കും ഉപദ്രവം ഉണ്ടാവാൻ വേണ്ടി പാടില്ല. അയാൾ നശിക്കരുത് എന്ന് ആഗ്രഹമുണ്ട്. നല്ല രീതിയിൽ പോകാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. ഇതുപോലെ ഇങ്ങനെ കേൾപ്പിച്ച് ഒരു ടൈം എത്തുന്ന സമയത്ത് ആരും തിരിഞ്ഞു നോക്കാത്ത അവസ്ഥയായിരിക്കും. പിന്നെ ആരും വില വെക്കാത്തൊരു അവസ്ഥയായിരിക്കും. ആരും പിന്നെ അവസരം തരാൻ പോലും മടിക്കുന്ന സാഹചര്യത്തിലേക്കൊക്കെ പോകാൻ വരെ സാധ്യത ആക്ച്വലി ഉണ്ട്. ഇത് ഞാൻ പറയാൻ കാരണം എന്താ അറിയോ, ഇത് നടക്കും. ഇങ്ങനെ പോവുകയാണെങ്കിൽ ബുദ്ധിമുട്ടായിരിക്കും. പിന്നെ എന്താ പറയുക, ശ്രീനാഥ് ഭാസ്കർ കേസാണെങ്കിലും പറയാനുള്ളത് സെയിം. അയാൾ പാട്ടും പാടുന്നുണ്ട്. അപ്പോൾ കലാകാരനാണല്ലോ, കഴിവുണ്ട്, അഭിനയിക്കുന്നൊക്കെ ഉണ്ട് സിനിമയിൽ. അപ്പോൾ പുള്ളിക്കെതിരെയും ആദ്യമായിട്ടൊന്നുമല്ല ആരോപണങ്ങളൊക്കെ വരുന്നത്. ഇതിന് മുമ്പും ആരോപണങ്ങൾ വന്നിട്ടുണ്ട്. ഇടയിലെന്തോ വിലക്ക് കാര്യങ്ങൾ എന്തൊക്കെയോ ചെയ്തിട്ടുണ്ട് തോന്നുന്നുണ്ട്. ഇപ്പം അത് അടുത്തത് പൊങ്ങി വരുന്നു. ഏതൊരു പ്രൊഡ്യൂസറിൻ്റെ എന്തോ പോസ്റ്റ് എങ്ങാണ്ടോ കണ്ടു. രാത്രി 3 മണിക്ക് കഞ്ചാവ് കിട്ടണം എന്ന് പറഞ്ഞിട്ട് വിളിച്ചു എന്നൊക്കെ പറഞ്ഞ് കേൾക്കുന്നു. ഇതൊക്കെ ആരോപണമായിട്ടാണ് പറയുന്നത്. അത് ബാക്കി നിയമപരമായിട്ട് അന്വേഷണവും കാര്യങ്ങളൊക്കെ നടക്കട്ടെ. അപ്പം ഇങ്ങനെയൊക്കെ കേൾക്കുന്നുണ്ട്. ഇത് ആദ്യമായിട്ടല്ല കേൾക്കുന്നത്. പിന്നെന്താണ്, എത്രയാണ് 40 എത്രയോ എന്താ ദിവസത്തിൽ തീർക്കേണ്ട ഷൂട്ടിങ് 100 ചില്ലാനും ദിവസം എടുത്തു ഷൂട്ടിംഗ് തീർക്കാൻ എന്നൊക്കെ രീതിയിലൊക്കെ പറയുന്നുണ്ട് ആ പ്രൊഡ്യൂസർ. ഈ ഒരു നടൻ കാരണം. അപ്പോൾ അതൊരു എന്താ പറയുക, ഒരു ആക്ടറെ കൊണ്ട് ഉണ്ടാവുന്ന പ്രൊഫഷണൽ സൈഡിലെ പ്രയാസമാണ് ആ പറയുന്നത്. കഷ്ടമാണ്. പിന്നെ എനിക്ക് പറയാനുള്ളത് എന്താ വെച്ചാൽ, ഈ കേസിൽ പ്രൊഡ്യൂസർ ഉണ്ടല്ലോ, ഇപ്പോഴും സിനിമാക്കാർ എടുക്കാനുണ്ട് കേട്ടാ. ഇവരൊക്കെ വെച്ചിട്ട് സിനിമ പിടിക്കാൻ ഇവിടെ ഡയറക്ടേഴ്സ് ഉണ്ട്, പ്രൊഡ്യൂസേഴ്സ് ഉണ്ട്. ദേ ആർ റെഡി ടു ഇൻവെസ്റ്റ് മണി ഫോർ ദം. അവർ വെച്ച് പടം എടുക്കാൻ ദേ ആർ വില്ലിങ്. എനിക്കതാണ് മനസ്സിലാവാത്തത്. ഇപ്പം ഇവരെ കൊണ്ട് എന്താണ് ഇതിനു മുമ്പ് ആരോപണങ്ങൾ ഉണ്ടായിട്ടില്ല. ഇത്തരത്തിലുള്ള പ്രശ്നങ്ങളെ കുറിച്ചിട്ട് ആരും എവിടെയും പറഞ്ഞു കേട്ടിട്ടില്ലാത്തൊരു അവസരമാണ് എന്നുണ്ടെന്നുണ്ടെങ്കിൽ ഓക്കെ, അവരെ വെച്ച് പടം എടുത്തിട്ട് ഇതൊരു ആദ്യ അനുഭവം എന്നുണ്ടെങ്കിൽ ഓക്കെയാണ്. പക്ഷേ ഇതിനു മുമ്പ് ഇവരെ കുറിച്ച് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കേട്ടിട്ടുണ്ട്. ഇപ്പോൾ ശ്രീനാഥ് ഭാസിയെ കുറിച്ചിട്ടൊക്കെ ആണെങ്കിൽ ഇതിനു മുമ്പ് കേട്ടിട്ടുണ്ട്. അപ്പോൾ അയാളെ ഇതൊക്കെ അറിഞ്ഞിട്ടും അയാളെ വെച്ച് പടം പിടിക്കാൻ ഇവർ റെഡിയായി എന്ന് പറയുന്നിടത്താണ് എനിക്കൊക്കെ മുഖം ചൊളിയുന്നത്. നന്നാവട്ടെ, നന്നായിട്ട് സിനിമയും കാര്യങ്ങളൊക്കെ ചെയ്തിട്ട് ഇവർക്ക് പോകാൻ വേണ്ടി സാധിക്കട്ടെ, നന്നാവണം എന്നാണ് ഞാനും ആഗ്രഹിക്കുന്നത്. പക്ഷേ മുമ്പ് ഓരോ ആരോപണങ്ങൾ കേട്ടിട്ട് അതേ ആൾക്കാരെ വെച്ചിട്ട് തന്നെ പടം പിടിക്കാൻ ആൾക്കാർ റെഡി ആവുന്നു എന്നുള്ളിടത്താണ്. അത് നമ്മളാണെങ്കിൽ ചിന്തിച്ചു പോയില്ലേ, എന്തിന് എടുത്ത് പോണു, പിന്നെയും ഡേറ്റ് അവരുടെ നിന്ന് വാങ്ങുന്നു, അവർക്ക് കാശ് കൊടുക്കുന്നു, അവരെ സിനിമയുടെ ഭാഗമാക്കുന്നു. വായ് എന്തിന്? ഇത് പറയുന്ന സമയത്ത് വേണമെങ്കിൽ അവർക്ക് പറയാം മാർക്കറ്റ്. ഇവരെ വെച്ചിട്ട് എന്താണ് പറയുക, ഇവർക്ക് മാർക്കറ്റ് ഉള്ളത് കൊണ്ട് ഇവരെ വെച്ച് പടം പിടിക്കുന്നു, അല്ലെങ്കിൽ എന്താ പറയുക പുതുമുഖങ്ങളെ വെച്ച് കഴിഞ്ഞാൽ ആ ഒരു മാർക്കറ്റ് ഉണ്ടാവില്ല എന്നൊക്കെ വേണമെങ്കിൽ പറയാം. ആയിക്കോട്ടെ, ശരി, ഇവർക്ക് ചിലപ്പോൾ മാർക്കറ്റ് ഉണ്ടാവുമായിരിക്കും, അതുകൊണ്ട് നിങ്ങൾ ചിലപ്പോൾ ഇവരെ വെച്ച് പടം പിടിക്കുന്നതായിരിക്കും. അപ്പോഴും അവർക്ക് മാർക്കറ്റ് ഉണ്ട് എന്ന് നിങ്ങൾ മനസ്സിലാക്കുന്ന പോലെ തന്നെ ഇതിനു മുമ്പ് ഇവർക്കെതിരെ ഇതുപോലുള്ള ആരോപണങ്ങൾ, ബാസികക്കെതിരെ ഇതുപോലുള്ള ആരോപണങ്ങൾ ഉണ്ടായിരുന്നു എന്നുള്ളതും കൂടി ഇവരെ വെച്ച് പടം പിടിക്കുന്ന ആൾക്കാർക്ക് അറിയാലോ. അപ്പോൾ അത് അറിഞ്ഞുകൊണ്ട് എന്താണ് പറയുക, ഇവരെ വെച്ച് പടവും പിടിച്ച് ഇവരെ കൊണ്ട് ബുദ്ധിമുട്ട് ഉണ്ടായതിന് ശേഷം പിന്നെ ഇവരെ കൊണ്ട് ഇന്ന രീതിയിലുള്ള ബുദ്ധിമുട്ടുണ്ടായിരുന്നു, എന്താണ് പറയുക, ഇത്ര ദിവസത്തിൽ തീർക്കേണ്ടത് ഇത്ര ദിവസമായി എന്നുള്ള രീതിയിലൊക്കെ പറഞ്ഞിട്ട് എന്താ കാര്യമുള്ളത്? ഓക്കെ, അത് പറയാൻ ആൾക്കാർ അറിയും, അതിനെക്കുറിച്ച് വേണമെങ്കിൽ ഡിസ്കസ് ചെയ്യും, ന്യൂസ് ചാനൽസിൽ ഡിസ്കഷൻ നമ്മളെ പോലുള്ള ആൾക്കാർ ഇരുന്ന് സംസാരിക്കും എന്നുള്ളൊരു കാര്യം ഓക്കെയാണ്. പക്ഷെ ഈ ചർച്ചകൾ അന്നും ഉണ്ടായിട്ടുണ്ട്, ഇന്നും ഉണ്ടായിട്ടുണ്ട്, ഇനി ഭാവിയിലും ഉണ്ടാവും എന്നല്ലാണ്ട് എന്ത് പ്രയോജനമാണ് ആക്ച്വലി ഉണ്ടായത്? മാർക്കറ്റ് നോക്കി അവരെ വെച്ച് പടം പിടിച്ചു, നീണ്ടു പോയി എന്ന് പറയുന്നു, ബുദ്ധിമുട്ട് ലൊക്കേഷനിൽ ഉണ്ടായി എന്ന് പറയുന്നു. അപ്പൊ ഇത് മുമ്പ് ഇവരെ കുറിച്ച് ഇത്തരത്തിലുള്ള ആരോപണങ്ങൾ വന്നതിനെ കുറിച്ച് അറിഞ്ഞിട്ടൊക്കെ തന്നെ ആയിരിക്കുമല്ലോ അവരെ വെച്ച് വീണ്ടും പടം പിടിക്കാൻ വേണ്ടിയിട്ട് ഇവർ റെഡി ആയിട്ട് നിന്നിരിക്കുന്നത്. അല്ല, ഞാനിപ്പോൾ ഈ പർട്ടിക്കുലർ ഇത് മാത്രം വെച്ചിട്ടല്ല പറയുന്നത്. ഇനി ഭാവിയിലാണെങ്കിലും ഇവരെ വെച്ച് പടം പിടിക്കാൻ വേണ്ടിയിട്ട് നിൽക്കുന്ന ആൾക്കാർ അറിയാതെ ഒന്നുമല്ലല്ലോ ഇവരെ വെച്ച് പടം പിടിക്കാൻ വേണ്ടി വരുന്നത്. അറിഞ്ഞുകൊണ്ട് തന്നെയല്ലേ, മാർക്കറ്റ് നോക്കിയിട്ടല്ലേ പടം പിടിക്കാൻ വേണ്ടി വരുന്നത്. എന്നിട്ട് അവസാനം സെറ്റിൽ വന്ന് ബുദ്ധിമുട്ടുണ്ടായി എന്ന് പറയുന്ന സമയത്ത് ഇത് പുതിയ കാര്യമൊന്നുമല്ലല്ലോ. സെറ്റിൽ ബുദ്ധിമുട്ട് ഉണ്ടായി എന്ന് പറയുന്ന ആദ്യമായിട്ട് അറിയുന്ന കാര്യമൊന്നുമല്ല, ഇതിന് മുമ്പും അറിയാവുന്ന കാര്യങ്ങളൊക്കെ തന്നെയാണ്. ഇതൊരു അത്ഭുതമായിട്ടൊന്നും ആക്ച്വലി തോന്നുന്നില്ല, അത്രയേ ഉള്ളൂ.
അപ്പം ഇതാണ് ഈ ഒരു വിഷയത്തെ കുറിച്ചിട്ട് സംസാരിക്കാനുള്ളത്. കൂടുതൽ എന്തുകൊണ്ടാ പറയാനാണ് ഇത് വന്നിട്ട് കൂടുതൽ എന്തുകൊണ്ടാ പറയാനാണ്. അവർ ലഹരി ഉപയോഗിക്കുന്നുണ്ടോ ഇല്ലയോ ഒന്നും എനിക്കറിയാം, ഞാൻ അതിനെക്കുറിച്ച് ഒന്നും പറയുന്നില്ല. അതൊക്കെ ആയിക്കോട്ടെ, ആരോപണങ്ങൾ നമ്മൾ കേൾക്കുന്നുണ്ട്. ഉപയോഗിക്കാതിരുന്ന അവനവന് കൊള്ളാം, ഉപയോഗിച്ചാൽ അവനവന് പോയി. ദാറ്റ്സ് ഇറ്റ്. അത് ഈ സിനിമയിലുള്ള ആൾക്കാരുടെ കാര്യം മാത്രം വെച്ചിട്ടല്ല ഞാൻ പറയുന്നത്. ഈ സമൂഹത്തിലുള്ള എല്ലാ യങ്സ്റ്റേഴ്സിൻ്റെ അടുത്തും അല്ലാത്തവരോടൊക്കെയാണ് എനിക്ക് പറയാനുള്ളത്. ഈ ലഹരി ഉപയോഗിക്കുന്നതും ഉപയോഗിക്കാതിരിക്കുന്നതും ഒക്കെ ഓരോരുത്തരുടെ വ്യക്തിപരമായ കാര്യമാണ്. പക്ഷേ അത് ഉപയോഗിക്കുന്ന സമയത്ത് അതിൻ്റെ സുഖം കിട്ടുകയായിരിക്കും. പക്ഷേ ആ കൂട്ടത്തിൽ നിങ്ങൾക്ക് ഇപ്പുറത്ത് കൂടെ എന്തെങ്കിലും നഷ്ടമാവുന്നുണ്ടോ എന്നുള്ളതിനെ കുറിച്ച് കൂടി ചിന്തിച്ചു കഴിഞ്ഞാൽ നന്നായിരിക്കും തോന്നുന്നു. സോ ഉപയോഗിക്കുന്നവരാണെങ്കിൽ നിർത്താൻ വേണ്ടി ശ്രമിക്കുക. അതിന് വേണ്ടിയിട്ട് വല്ല കൗൺസിലിങ്ങോ ട്രീറ്റ്മെൻറ്റോ എന്ത് പുണ്ണാക്കാന്ന് വെച്ച് കഴിഞ്ഞാൽ എടുക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. എന്നിട്ട് എന്താ പറയുക, അവനവൻ്റെ പ്രൊഫഷൻ ഏതാണോ അത് ഫോക്കസ് ചെയ്തിട്ട് അതിൽ നല്ല രീതിയിൽ എത്താൻ വേണ്ടിയിട്ട് ശ്രമിക്കുക എന്നുള്ളൊരു കാര്യം മാത്രമേ ഞാൻ പറയുന്നുള്ളൂ. ഞാൻ ഇത്രയും ധൈര്യമായിട്ട് സംസാരിക്കണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ സിഗരറ്റ് വലി എനിക്ക് ശീലമുണ്ടായിരുന്നു. സിഗരറ്റ് വലി മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. നല്ല രീതിയിൽ സിഗരറ്റ് വലിച്ചിരുന്നു, ഇല്ലാതെ പറയുന്നില്ല. നല്ല രീതിയിൽ സ്മോക്കിംഗ് ഹാബിറ്റ് ഉണ്ടായിരുന്ന ഒരു വ്യക്തിയാണ് ഞാൻ. ഉണ്ടായിരുന്ന അതാ, മറ്റുള്ള കാര്യങ്ങളൊന്നുമില്ല. കഞ്ചാവിനോ മറ്റുള്ള ലഹരി പദാർത്ഥങ്ങളൊന്നും ഞാൻ കൈകൊണ്ട് തൊട്ടിട്ടില്ല. ഉണ്ടായിരുന്ന സിഗരറ്റ് വലി മാത്രമാണ്. പണ്ടാരും നിർത്തി. കാരണം സിഗരറ്റ് വലിച്ചുകൊണ്ടിരുന്ന സമയത്ത് തന്നെ നല്ല ചുമയും നല്ല നടക്കുന്ന സമയത്തൊക്കെ ആണെങ്കിലും കിതപ്പും കാര്യങ്ങളൊക്കെ അനുഭവപ്പെട്ടിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് ഇത് എനിക്ക് എന്നെ തന്നെ ബാധിച്ചു തുടങ്ങി എന്ന് മനസ്സിലായ സമയത്ത് നിർത്തിയതാണ് സിഗരറ്റ് വലി ശീലം. ഇപ്പോൾ ഒന്നുമില്ല. അതുകൊണ്ട് തന്നെ ഇനി ഉപദേശിക്കാനാണെന്നുണ്ടെങ്കിൽ ഉപദേശിക്കാനുള്ള റൈറ്റ്സ് ഉണ്ട് എന്ന് ഞാൻ എന്നെ വിശ്വസിക്കുന്നു. ഇതിപ്പോൾ ഞാൻ ഇവരെ വെച്ച് മാത്രം എടുത്തൊരു കണ്ടന്റ് ആയിട്ടല്ല, സമൂഹത്തിൽ എല്ലാവർക്കും വേണ്ടിയിട്ട് സംസാരിച്ചൊരു കാര്യമാണ് ഞാൻ പറയുന്നത്. ഈ ലഹരി എന്തോ ആയിക്കോട്ടെ, കള്ളായിക്കോട്ടെ, കഞ്ചാവ് ആയിക്കോട്ടെ, സിഗരറ്റ് ആയിക്കോട്ടെ, ബീഡി ആയിക്കോട്ടെ, എന്തോ ആയിക്കോട്ടെ, ഉപയോഗിക്കുന്നത് സ്വന്തം ഇഷ്ടം. അത് മറ്റുള്ളവർക്ക് ബുദ്ധിമുട്ടുണ്ടാവാത്ത രീതിയിൽ ഉപയോഗിച്ചാൽ ആയി. മനസ്സിലായ? പിന്നെ അവനവൻ്റെ കാര്യം അവനവൻ തന്നെ ടേക്ക് കെയർ ചെയ്യണം. അവനവനിപ്പോൾ ഇത് ബാധിച്ചു കഴിഞ്ഞാൽ അവനവന് കുഴപ്പമില്ലെങ്കിൽ പിന്നെ നമ്മൾ ആരാ പറയാൻ? അപ്പം അത് അവനവൻ ചിന്തിക്കണം. 10-18 വയസ്സൊക്കെ കഴിഞ്ഞവരല്ലേ എല്ലാവരും, അല്ലേ? അപ്പോൾ ഒക്കെ സ്വയം മനസ്സിലാക്കി അറിഞ്ഞ് ഇതിൻ്റെ ദൂഷ്യവശങ്ങളെ കുറിച്ചിട്ടൊക്കെ മനസ്സിലാക്കിയിട്ട് അവോയ്ഡ് ചെയ്യാൻ പറ്റുകയാണെങ്കിൽ ശ്രമിക്കുക. അല്ലെങ്കിൽ നശിക്കുക എന്നേ പറയാനുള്ളൂ. അവനൊന്ന് നശിക്കുകയാണെങ്കിൽ നശിക്കുക, ബാക്കിയുള്ളവർക്ക് ബുദ്ധിമുട്ടുണ്ടാക്കാതിരിക്കാൻ വേണ്ടി ശ്രമിക്കുക. അത് പ്രൊഫഷണൽ സ്പേസിലായിക്കോട്ടെ, സ്വന്തം വീട്ടിലുള്ള ആൾക്കാർക്കായിക്കോട്ടെ, എവിടെയോ ആയിക്കോട്ടെ, ഇത്രയേ ഉള്ളൂ. ഇനി ബാക്ക് ടു വീണ്ടും ഈ ശ്രീനാഥ് ബാസുടെയും ഷൈൻ ടോം ചാക്കോൻ്റെയും കാര്യം പറയുകയാണെങ്കിൽ, രണ്ടുപേരും നല്ല കലാകാരന്മാരാണ്, എനിക്ക് ഇഷ്ടമുള്ള ആൾക്കാരാണ്. പക്ഷേ ഇപ്പോൾ അവർക്ക് നേരെ വരുന്ന ആരോപണങ്ങൾ നമ്മൾ കേൾക്കുന്നുണ്ട്. നശിപ്പിക്കാതിരിക്കുക, അത്രേ പറയാനുള്ളൂ. വേറെ എന്താണ്, നിങ്ങൾ ഉപയോഗിക്കുന്നില്ലോ എന്ന് പറയാൻ ഞാൻ കണ്ടിട്ടുള്ള ആളല്ല. പക്ഷേ ഈ ആരോപണങ്ങളിൽ എന്തെങ്കിലും കാര്യമുണ്ടെങ്കിൽ നിങ്ങൾ സ്വയം ചിന്തിച്ച് നിങ്ങൾ വേണ്ട കാര്യങ്ങൾ ചെയ്തിട്ട് പ്രൊഫഷണൽ കോൺസെൻട്രേറ്റ് ചെയ്തിട്ട് നല്ല രീതിയിൽ പോകാൻ വേണ്ടി ശ്രമിക്കുക. സിനിമ ഇൻഡസ്ട്രി ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഒരുപാട് ആൾക്കാർ ആഗ്രഹിക്കുന്ന ഒരു ഫീൽഡാണ്. ഒരുപാട് ആൾക്കാർ കയറി വരാൻ വേണ്ടിയിട്ട് കഷ്ടപ്പെടുന്ന ഒരു ഏരിയയാണത്. അപ്പോൾ നിങ്ങളെ പോലത്തെ ആൾക്കാരൊക്കെ അതിൻ്റെ അകത്ത് കയറി നിൽക്കുന്നവരാണ്. അവസരങ്ങൾ ഒരുപാട് കിട്ടുന്നുണ്ട്. അത് നശിപ്പിക്കാതെ അതിനെ നല്ല രീതിയിൽ യൂട്ടിലൈസ് ചെയ്തിട്ട് മുമ്പോട്ട് സുഖമായി സഞ്ചരിക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക എന്ന് മാത്രമേ പറയാനുള്ളൂ. ഇത് പറഞ്ഞിട്ട് ഞാൻ എൻ്റെ വാക്കുകൾ അങ്ങോട്ട് നിർത്തുകയാണ്. ബൈ.